എമ്പുരാൻ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നാക്രമണമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എമ്പുരാൻ സിനിമ എല്ലാ മതവിഭാഗങ്ങളെയും അവഹേളിക്കുന്നുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന. എമ്പുരാൻ വിഷയത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി തുടർച്ചയായി രണ്ടാം ദിവസവും ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖർ അനുവദിച്ചില്ല. ശൂന്യവേളയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോഴായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. Sir, I would just say that a movie which was censored and released in the theatre was asked to go back to the censor board again, and there have been 24 cuts resorted to. If this is a situation in this country, I am fearing that the freedom of speech and expression which is granted to the people would be in peril. Our country is fast becoming the paradise of wounded people. ജോൺ ബ്രിട്ടാസ് എം പിക്ക് ശേഷം സംസാരിക്കാൻ എഴുന്നേറ്റ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിഷയം മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചത്. എമ്പുരാൻ സിനിമ താനടക്കമുള്ള ക്രൈസ്തവരെ അവഹേളിച്ചുവെന്നായിരുന്നു പ്രസ്താവന. The communists want to insult the Christians in this country. That is what they are telling. See, today you can see the CBCI and KCBC, they passed the resolution against this film. എമ്പുരാൻ സിനിമയ്ക്കെതിരായ നീക്കത്തിന് പിന്നിൽ BJPയും RSSുമാണെന്ന് ജെബി മാത്രം രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടി. വിഷയം ഭരണപ്രതിപക്ഷ എംപിമാർ തമ്മിലുള്ള വാക്പോരിനും കാരണമായി. കൈരളി ന്യൂസ്, ദില്ലി.